ഹലോ മഹാലക്ഷ്മി പുത്തൻ ബ്രഹ്മ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും ആശുപത്രിയിലായി അല്ലെ. അപ്പൊ നമ്മുടെ പുതിയ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്, നമ്മുടെ കരുണ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഈ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു അയ്യപ്പ വിഗ്രഹം കയ്യിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഒരു സമയത്ത് എന്റെ കയ്യിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീണു പോയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ അത് തിരിച്ച് മഹാലക്ഷ്മിയുടെ വീട്ടിലെത്തി എന്നുള്ള ഒരു സംശയത്തിലാട്ടോ ഇവർ. അപ്പൊ ഇവർക്കൊക്കെ മനസ്സിലായി അയ്യപ്പ വിഗ്രഹം തൊട്ട് കളിച്ചാൽ എട്ടിന്റെ പണിയാണെന്നുള്ളത്. പിന്നെ ഒരു വളയിട്ട കൈയാട്ടോ, ആണിന്റെ തന്നെ ഒരു വളയിട്ട കൈ. ആ കൈ ഇങ്ങനെ നമ്മുടെ അയ്യപ്പന്റെ വിഗ്രഹം അവിടെ നിലത്ത് വീണ് കിടന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മഹാലക്ഷ്മിയുടെ അവിടുത്തെ ആ ഒരു പൂജാമുറിയില് പുറത്ത് നമ്മുടെ കണ്ണൻ പ്രാർത്ഥിക്കുന്ന ആ ഒരു പൂജയൊക്കെ നടത്തുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പുറത്തിങ്ങനെ പ്രതിഷ്ഠിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം നമ്മുടെ കണ്ണന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കാൻ പൂജയ്ക്കൊക്കെ വരുമ്പോൾ അവിടെ നമ്മുടെ അയ്യപ്പ വിഗ്രഹം ഉണ്ടാകും. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ തോമസ് വൈദ്യരുടെ അടുത്ത് നമ്മുടെ കണ്ണന് മഹാലക്ഷ്മി കൂടെ വരുന്നൊരു രംഗമാട്ടോ. അപ്പൊ തോമസ് വൈദ്യര് പറയുന്നുണ്ട്, ഈ ചികിത്സ ഇത്തവണത്തെ ചികിത്സയോടുകൂടെ കണ്ണൻ ഒരുവിധം നടക്കും എന്നിങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കണ്ണൻ ആ ഒരു മല ചവിട്ടി കയറാൻ പോകുന്നത് നടന്നു തന്നെയായിരിക്കും അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.